വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, കണ്ടിന്യൂറ്റി മാത്രമായിട്ടൊരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഡിഫറൻഷിയേഷൻ ഞാൻ ഇന്ന് ഈവനിങ് തന്നെ ഇടാം എന്ന് പറയുന്നത് ടൈം കിട്ടുന്നില്ല എങ്കിൽ ഇന്ന് ഡിഫറൻഷിയേഷൻ ഞാൻ ഇടുന്നുണ്ട്. കണ്ടിന്യൂറ്റി മാത്രം ഇടുന്നത് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു 7-8 ക്വസ്റ്റ്യനെങ്കിലും കവർ ചെയ്യുമ്പോൾ അത്ര ഒരു ഐഡിയ കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇന്നലെ തന്ന ഹോംവർക്കിൻ്റെ ആൻസർ ഞാൻ ലാസ്റ്റ് പറയാം. ഇന്നും ഒരു ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി, വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എഫ് ഓഫ് എക്സ് e raised to x minus 1 the whole square sin x by a log 1 plus x by 4 x not equal to 0 is equal to 12 when x is equal to 0. Find f of x is continuous at x is equal to 0. കണ്ടിന്യൂസിനെ ഷോർട്ടായിട്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഫൈൻഡ് എ. ഇവിടെ ഞാൻ 2 റിസൾട്ട് ഒന്ന് എഴുതിയിട്ട് ഇതിലോട്ട് വരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് 1. അതേപോലെ ഇവിടെ e റൈസ് ടു എ എക്സ് ബൈ എക്സ് ആണെങ്കിൽ എ വരും കേട്ടോ. e റൈസ് ടു എ എക്സ് മൈനസ് 1 ബൈ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് അത് എന്താ? 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ. സോറി, എ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ഹോൾ ബൈ എക്സ് 1. ഇവിടെ എ എക്സ് വന്ന എന്ത് വരും? എ ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത്? ഇവിടെ 1 പ്ലസ് എക്സ് ബൈ എക്സ്, എക്സ് ടെൻസ് ടു 0 ആയിരിക്കണം. ഇതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എ എക്സ് ഒരു 2x ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 2. ഇപ്പോൾ എക്സ് ബൈ 3 എന്നായിരുന്നെങ്കിൽ 1 പ്ലസ് എക്സ് ബൈ 3 എന്നായിരുന്നെങ്കിൽ 1/3. അങ്ങനെ ഈ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി കണ്ടിന്യൂറ്റി എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ഒരു എ എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ കണ്ടിന്യൂസ് ആണ്, നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതാണ് ജനറൽ റിസൾട്ട്. ജനറലായിട്ടൊരു നമ്പറിൽ നമ്മൾ പറയുമ്പോൾ എയിലെ ലിമിറ്റും എഫ് ഓഫ് എയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലോ എൽ എച്ച് എൽ ഈക്വൽസ് ആർ എച്ച് എൽ. ക്വസ്റ്റ്യനിലോട്ട് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ, ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർഡ് എക്സ്ട്രാ എഴുതി. അതേപോലെ തന്നെ ഇവിടെ എക്സ് ബൈ എ ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ 4 ബൈ എക്സ്. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയറും ക്യാൻസലാവും അല്ലേ. ഇവിടെ ഇതെന്താ? 1 സ്ക്വയർ 1. എക്സ് ബൈ എ ബൈ എക്സ് 1 ബൈ എ. ഹിയർ 1/4. 1/4 നമുക്ക് എന്താ? ഇനി ഏതിനോട് ഈക്വൽ ആണിത്? ഇപ്പം നമ്മൾ എപ്പോഴും ലിമിറ്റ് കാണുന്നത് നോട്ട് ഈക്വൽ ടു, അതിലാണ് ലിമിറ്റ്. ഇത് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എക്സ് 0 ആകുമ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ എത്ര? 12. അതുമായിട്ട് നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. 4a ഈസ് ഈക്വൽ ടു 12, a ഈസ് ഈക്വൽ ടു 3. a is equal to 3.
Question number 2. F of x is equal to x when x less than or equal to 1 is equal to cx plus k 1 less than x less than 4 minus 2x when x greater than or equal to 4. Fx is continuous everywhere. Find c and k. ഇവിടെ ഞാൻ ഓപ്ഷൻസ് ഒന്ന് പറയാം. -3 5 b -3 -5 c -3 4 d -3 4 e -3 3. ഇവിടെ എല്ലാം c -3 ആണ്. പറയാനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ചിലതൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എഴുതാം. ഇവിടെ 1ഉം 4ഉം അല്ലേ, എക്സ് ലെസ് ദാൻ 1 ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്. അപ്പോൾ 1ൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കാം. LHലും RHലും. LH എന്ന് പറഞ്ഞാൽ എന്താ, വെൻ എക്സ് ലെസ് ദാൻ 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. RHൽ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ, 1ൻ്റെ നോക്കുമ്പോൾ. LHൽ എന്ന് പറയുന്നത് എന്താ, എക്സിൽ കൊടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ ഏത് ലെഫ്റ്റ് ലിമിറ്റിൽ ഏതി കൊടുക്കണം, എക്സ് 1. ഇവിടെ നമ്മൾ 1 കൊടുക്കുമ്പോൾ c പ്ലസ് കെ. നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് c ആൻഡ് k. c എല്ലാത്തിലും സെയിം ആണ്, -3. അപ്പം നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓപ്ഷൻ അങ്ങ് എഴുതിയാൽ മതി. -3 + 5 വരില്ല, -3 + -5 -3 + -4 -3 + 4 എന്താ, +1. ഓപ്ഷൻ ഡി. എങ്ങനെ കിട്ടുമെന്നും കൂടെ ഞാൻ അല്ലാതെ കൂടെ സോൾവ് ചെയ്യുന്നതും കൂടെ പറഞ്ഞു തരാം. പക്ഷെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം സെയിം ആയതുകൊണ്ട് ആൻസറും കൂടെ അങ്ങ് ചെക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി നമ്മളിതെങ്ങനെ അല്ലാതെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഇനി 4ൻ്റെ ലെഫ്റ്റ് റൈറ്റ് നോക്കാം. ഇവിടെ 4 കൊടുക്കുമ്പോൾ എന്ത് വരും, LHL 4c + k. RHL എന്ത് വരും, -8. RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എത്ര കിട്ടി, c + k. ഫോറിൽ നമ്മൾ കൊടുക്കുമ്പോൾ 4c + k = -8. c + k = 1. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3c = -9 c = -3. c -3 ആകുമ്പോൾ ഇവിടെ k = -1 + 3 4. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് എല്ലാം c -3 ആണ്, അതിന് മാറ്റമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡർ ഇട്ടേർ ആ ഓപ്ഷൻ അങ്ങ് എഴുതിയാൽ മതി. Question number 3. F of x 3 sin πx by 5x x not equal to 0 2k when x is equal to 0 continuous at x is equal to 0. Find f of x is continuous ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്ന കേട്ടോ. ഫൈൻ k. നമ്മൾ MCQ അല്ലേ, അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാമല്ലോ. 3/5 കോൺസ്റ്റൻ്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ കൊടുക്കണം, ഇതിൽ 3 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പം നമുക്ക് MCQ ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ 3/5
പുറത്തെടുക്കാം. അങ്ങനെയൊക്കെ ആലോചിക്കണം. സൈൻ പൈ എക്സ് ബൈ എക്സ്, സൈൻ എ എക്സ് ബൈ എക്സ് ഇപ്പോൾ പറഞ്ഞല്ലോ എന്താണ് എ. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ പൈ. അത് ഏതിനോട് ഈക്വൽ ആകും? വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എത്രയാണ്? 2k. 3π/5 ഈസ് ഈക്വൽ ടു 2k. 2 കൂടെ ഡിനോമിനേറ്റർ വരുമ്പോൾ k ഈസ് ഈക്വൽ ടു 3π/10. അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് k പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2k ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എക്സ് നോട്ട് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 2 then x is equal to 2. The function f of x is continuous at x is equal to continuous at x is equal to 2, find k. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 2 കൊടുക്കുമ്പോൾ 4 മൈനസ് കെ പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 2k മൈനസ് 2k പ്ലസ് 2k 4 മൈനസ് 4 0 2 മൈനസ് 2 0 0/0 ഫോം വരുമ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 0/0. ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ന്യൂമറേറ്ററായിട്ട് തന്നെ എഴുതുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് കെ പ്ലസ് 2 ഇൻറ്റു 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 2 1. ഇനി നോക്കി എക്സിന് 2 കൊടുക്കുമ്പോൾ 4 മൈനസ് കെ മൈനസ് 2 ദാറ്റ് ഈസ് 2 മൈനസ് കെ. ഇത് ഏതിനോട് ഈക്വലാണ്? 2വിനോട് അല്ലേ. 2 മൈനസ് കെ ഈസ് ഈക്വൽ ടു 2. കെ ഈസ് ഈക്വൽ ടു 0. ഇത് കണ്ടിന്യൂറ്റി അല്ല, ലിമിറ്റ് ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടതാണ് കേട്ടോ. 10 ഇൻറ്റു സൈൻ 9x ബൈ 9 സൈൻ 10x ഇൻറ്റു 8 7 സൈൻ 7x. ഇത് ജസ്റ്റ് ലിമിറ്റാണ്, കണ്ടിന്യൂറ്റി അല്ല. ഇൻറ്റു നേരെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട്. 6 സൈൻ 5x ബൈ 5 സൈൻ 6x ഇൻറ്റു 4 സൈൻ 3x ബൈ 3 സൈൻ 4x ഇൻറ്റു സൈൻ എക്സ് ബൈ സൈൻ 2x. ഇതൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. നിങ്ങൾ ഈ ഒരു റിസൾട്ട് ഓർത്തിരുന്നാൽ സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് എക്സ് ടെൻസ് ടു 0 ആയിരിക്കണം കേട്ടോ. എ ബൈ ബി. ഇവിടെ ആൻസർ എന്ത് വരും? 10/9 10/9 ഇൻറ്റു 9/10 8/7 ഇൻറ്റു 7/8 6/5 ഇൻറ്റു 5/6 1/2. ഇതെല്ലാം കട്ടായി പോകും. ആൻസർ എന്ത് വരും? 1/2. Question number 6. F of x plus 2 x less than 1 4x minus 1 1 less than or equal to x less than 3.
ഇവിടെ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5 എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇവിടെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് at x is equal to -1. Option B, f of x is continuous at x is equal to 1. Option C, f of x is continuous at x is equal to 3. Option D, f of x is not continuous at x is equal to 5. f of x is not continuous at x is equal to 2. at x is equal to 2. Okay. -1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1-ലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ലിമിറ്റ് നോക്കുന്നത് എഫ് ഓഫ് -1 നോക്കുന്നത് ഈ ഒരൊറ്റ കേസിലാണ്. അവിടെ കണ്ടിന്യൂസ് ആണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നോട്ട്. അപ്പോൾ അതല്ല. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ 1 ലെഫ്റ്റ് ലിമിറ്റ് നോക്കുമ്പോൾ 1 + 2 3. ആർ എച്ചിൽ നോക്കുമ്പോൾ 4 - 1 3. പിന്നെ എഫ് ഓഫ് 1 ഇവിടെയാണ് ഈക്വൽ, അതും 3. അത് 3 ഈക്വൽ ആയല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ആണ് എൽ എച്ച് എൽ, ആർ എച്ച് എൽ, എഫ് ഓഫ് 1. അത് 3 ഈക്വൽ ആയിരിക്കണം. എൽ എച്ച് എൽ അറിയാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 നോക്കിയത് തെറ്റാണ്. 3 ലെഫ്റ്റ് ലിമിറ്റ് നോക്കുമ്പോൾ 12 - 1 11. 3 സ്ക്വയർ 9 + 5 14. പിന്നെ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5. ഗ്രേറ്റർ ദാൻ 3-ലാണ് 5 വരുന്നത്. എഫ് ഓഫ് 5 ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 നമ്മൾ ഏതിലേ നോക്കുകയുള്ളൂ? ഇതിൽ മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പിന്നെ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇതിലാണ് വരുന്നത്. അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. Question number 7. f of x is equal to mod x minus 1. ഇവിടെ ഓപ്ഷൻസ് വായിക്കാൻ കുറേ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എവരിവെയർ. ഓപ്ഷൻ ബി കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓപ്ഷൻ സി ഡിഫറൻഷ്യബിൾ എവരിവെയർ. ഓപ്ഷൻ ഡി ഡിഫറൻഷ്യബിൾ നോവെയർ. ഇവിടെ മോഡുലസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മോഡ് എക്സ് ആയാലും മോഡ് എക്സ് മൈനസ് 1 ആയാലും മോഡ് എക്സ് പ്ലസ് 1, മോഡുലസ് ഫങ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് എന്നാണ്. അതൊരു കണ്ടിന്യൂസ് ഫോർ എനി റിയൽ നമ്പർ. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. കണ്ടിന്യൂസ് എവരിവെയർ. ഇതാണ് ഇതിനകത്ത് തന്നിരിക്കുന്ന സെൻറ്റൻസ്. കണ്ടിന്യൂസ് എവരിവെയർ. Question number 8. The set of points or point. ജസ്റ്റ് ബ്രാക്കറ്റിലാണ്. സെറ്റ് ഓഫ് പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി of the function of f of x is equal to 1/log mod x. നമുക്കറിയാം log 1ൻ്റെ വാല്യൂ എന്താ? 0. 1/0 നോട്ട് ഡിഫൈൻഡ്. എക്സിന് -1 കൊടുത്താൽ അതിന് അബ്സല്യൂട്ട് വാല്യൂ എന്താ? 1. ലോഗരിതം ഈസ് നോട്ട് ഡിഫൈൻഡ്. ലോഗ് 0യും ഇൻഫിനിറ്റിയാണ്. അപ്പം നമുക്ക് എന്ത് വരും? ആൻസർ ഏതൊക്കെ വരും? -1 0 1. ഇതാണ് ആൻസർ. 3 പോയിൻറ്റ്സ് ഉണ്ട്. Question number 9. If f of x is equal to tan pi/4 minus x
by cot 2x. X not equal to pi by 4. F of x is continuous at x is equal to pi by 4. Find f of pi by 4. നമുക്കറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 എന്ന് പറയുന്നതാണ് എഫ് ഓഫ് പൈ ബൈ 4. ഇതിൻ്റെ ലിമിറ്റ് എന്താണോ അത് തന്നെയാണ് എഫ് ഓഫ് പൈ ബൈ 4. ഇതിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് 2x. ഇവിടെ നമ്മൾ എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോൾ എന്ത് വരും? കോട്ട് 90 0 ടാൻ 0 0 0/0 ഫോമായി അല്ലേ? നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ പൈ ബൈ 4 മൈനസ് എക്സ്. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. കോട്ടാണെങ്കിൽ മൈനസ് കൊസി സ്ക്വയർ 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x 2. ഇനി പൈ ബൈ 4 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു പൈ ബൈ 4 പൈ ബൈ 2 സൈൻ 91 കൊസീക് 91 മൈനസ് മൈനസ് ക്യാൻസൽ. പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 0 6 0 എത്രയാണ്? 1. ആൻസർ 1/2. therefore f of pi by 4 is equal to 1/2. നിങ്ങൾക്കിന്ന് ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. The number of discontinuities of greatest integer function f of x is equal to where x element minus 7/2 100. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ 2.7. അതിൻ്റെ തൊട്ട് മുമ്പ് നിൽക്കുന്ന ഏറ്റവും വലിയ ഇൻറ്റിജർ ഏതാണ്? 2. -2.7 ആയിരുന്നെങ്കിലോ -3. പുറകെ നിൽക്കുന്ന ഇൻറ്റിജർ അത് വലുത്. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൽ ഇതിനൊരു പ്രത്യേകത എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എനി ഇൻറ്റിജേഴ്സ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര ഇൻറ്റിജർ ഉണ്ടെന്ന് നോക്കാം. -7/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -3.5 to 100 അല്ലേ? 100 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ -3.5 കഴിഞ്ഞാൽ ഇത് -3 -4 -2 ഇങ്ങനെ നമ്പർ ലൈൻ പോകും. -3.5 ഏതാണ്ട് ഇവിടെ വരും. അപ്പോൾ അത് കഴിഞ്ഞ് തുടങ്ങുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? -3 -2 എക്സെട്ര 99. ഇത്രയും നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 0 to 99 തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 നമ്പേഴ്സ് ഉണ്ട്. 1 2 3. അപ്പോൾ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 103. എന്താ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഏതൊക്കെയാണ്? 103. അപ്പോൾ ഇതിനകത്ത് എത്ര ഇൻറ്റിജർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ ആൻസർ. ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ആൻസർ 6 ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3x - 4y - 26. ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ആണ്. (6x - 8y + 80)
ഇതൊരേ നമ്പർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3x മൈനസ് 4y പ്ലസ് 4 0. ഇത് രണ്ട് പാർട്ട് സെയിം ആണല്ലോ. ഇതെന്ത് ലൈനാണ്? പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസിൻ്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ആണ് C1 അബ്സൊല്യൂട്ട് വാല്യൂ C1 മൈനസ് C2 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. -26 മൈനസ് 4 30, അബ്സൊല്യൂട്ട് വാല്യൂ 30. 9 പ്ലസ് 16 25, 30/5. ഒരു കുട്ടി ആൻസർ എഴുതിയിരുന്നു. കറക്റ്റാണ്. ഇന്നത്തെ ഹോംവർക്ക്. f of x. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. log x by x minus 1 x not equal to 1 is equal to k, x is equal to 1. f of x is continuous at x is equal to 1. Find k. Options A 0, B 1, C minus 1, option D E. -1 -1 E 1/2. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.